അതിൻ്റെ അടുത്ത് 2 ECM വന്നിട്ടുണ്ട്. ഒന്ന് i20, ഒരെണ്ണം i10. അപ്പം ഇതിൻ്റെ i10ൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് പവർ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യാത്ത പ്രശ്നമാണ്. ഈ i20 ആണെങ്കിൽ വണ്ടി സ്റ്റാർട്ടാകാത്ത പ്രശ്നം. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ പിന്നെല്ലാം കംപ്ലീറ്റ് ഡാമേജ് ആണ് ഈ സൈഡിലുള്ള. അപ്പോൾ ഞാൻ ഈ പിന്നെല്ലാം മാറ്റിയിട്ട് നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇട്ടുതരാം. ഇതെങ്ങനെ മാറ്റുന്നത് ഞാൻ കാണിച്ചു തരാം. അതേപോലെ തന്നെ i10 പവർ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യാത്ത പ്രശ്നമാണ്, അതും ഞാൻ ശരിയാക്കിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അതുപോലെ കുറച്ച് സമയം ഇത് അയക്കുന്നവരെ വീഡിയോ ഒന്ന് പേസ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ i10 ECM അയച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കംപ്ലൈൻറ്റ് കണ്ടു. കംപ്ലൈൻറ്റ് ഞാൻ ഇപ്പോൾ ശരിയാക്കി ഞാൻ ഫിറ്റ് ചെയ്യും. എല്ലാം കംപ്ലീറ്റ് കാണിച്ച് തരാം. ഓക്കെ, ഇതാണ് കേട്ടോ, വണ്ടി വന്ന് അയച്ചിട്ട് കൊണ്ടുതന്നതാണ്. i10 വർക്ക് ചെയ്യാത്തതുകൊണ്ട്, സ്റ്റിയറിംഗ് വർക്ക് ചെയ്യാത്തതുകൊണ്ട്. ഓക്കെ, i10 റെഡി ആയിട്ടുണ്ട് ECM കേട്ടോ. അപ്പോൾ നാളെ വന്നിട്ട് ഇതിൻ്റെ കസ്റ്റമർ വന്നിട്ട് ഇത് കൊണ്ടുപോകും. ഇത് നമ്മൾ ഫുൾ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇനിയിപ്പോൾ അടുത്തുള്ളത് i20 ആണ്. i20 അയച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ i20 ഇപ്പോൾ അതിൻ്റെ വർക്ക് ഇപ്പോൾ നടക്കണം. അതുകൂടി ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ i10 കംപ്ലീറ്റ് പിന്നാണ് ഡാമേജ് ആയിട്ടുള്ളത്. കംപ്ലീറ്റ് പിന്നെ ഇത് എവിടെ നിന്ന് പണിയെടുത്തിട്ട് കംപ്ലീറ്റ് ഡാമേജ് ആക്കിയതാണ്. സോൾഡറിങ്ങിൻ്റെ എല്ലാം കുത്തിയിട്ട് അലാക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാന്ന് കാണിച്ചു തരും. എങ്ങനെ കംപ്ലീറ്റ് സെറ്റാക്കിയിട്ട് ഞാൻ കാണിച്ചു തരും. ഇപ്പോൾ ഞാൻ 3 കാല് പറിച്ചെടുത്തിട്ടുണ്ട്. 1, 2, 3. അപ്പോൾ ഈ 3 സ്ഥലത്തു നിന്നാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത കാല് കയറ്റാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതിൻ്റെ കാലാണ് ഞാൻ എടുത്തിട്ട് കയറ്റുന്നത്. ഇത് കംപ്ലൈൻ്റ് ആയ ECM ആണ്. ഇതിൻ്റെ ലെഗ് എടുത്തിട്ടാണ് ഓരോന്ന് കയറ്റാനുള്ള പരിപാടി. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. നമ്മൾ ECMൻ്റെ പിന്ന് മാറ്റിക്കഴിഞ്ഞു കണ്ടോ. ഇതെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ അവിടെ മുമ്പ് ആരോ ചെയ്തിട്ട് ഇവിടെ സൂപ്പർ ഗ്ലൂ മറ്റേ ഓട്ട വലുതാക്കി കഴിഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ഒരു സാധനം വെച്ചിട്ട് അടച്ച് ഓട്ട ഒന്ന് സെറ്റാക്കിയതാണ്. ശരിക്കും ഒട്ടിയിട്ടില്ല. അത് ഓട്ട വലുതായി പോയിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്കാണ്. അപ്പോൾ ഞാൻ സാധനം വെച്ചിട്ട് അത് ഓട്ട നടണം ഇതാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര പിന്നെ മാറ്റിയെന്ന് വെച്ചാൽ ഒരു പിന്നിത്, ഒരു പിന്നിത്, പിന്നെ ഒരു പിന്നിത്. അപ്പോൾ പിന്നിൻ്റെ മേലെ മുമ്പ് ആരോ സോൾഡർ ചെയ്തതോ, അത് നടന്നിട്ടില്ല. അതാണ് സംഭവിച്ചത്. വണ്ടി സ്റ്റാർട്ടാക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇത് ഫിറ്റ് ചെയ്യും, വണ്ടി സ്റ്റാർട്ടാക്കും. ECMന് വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണാനില്ല, എല്ലാം ഓക്കെയാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.